പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് പുതുവർഷത്തെ പ്രതീക്ഷയോടെയും പോസിറ്റീവോടെയും വരവേൽക്കാൻ ഞങ്ങൾ ഒത്തുകൂടുന്നു. ഒരു പുതുവർഷം ഒരു പുതിയ അധ്യായം പോലെയാണ്. പുതിയ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കാനും അവ നേടുന്നതിന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും നമുക്ക് അവസരം നൽകുന്നു. നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും നമ്മുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനും കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള സമയം കൂടിയാണിത്. അനുദിനം വളരാൻ നമ്മെ സഹായിക്കുന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയ്ക്ക് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഈ പുതുവർഷത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ ദയ കാണിക്കാനും കഠിനാധ്വാനം ചെയ്യാനും വരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും നമുക്ക് വാഗ്ദാനം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഈ വർഷം പഠനവും സന്തോഷവും വിജയവും നിറഞ്ഞതാക്കാം. നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി. രണ്ടാമത്തെ പ്രസംഗം. പ്രിയപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, പുതുവത്സരാഘോഷം കലണ്ടറിലെ ഒരു തീയതി മാത്രമല്ല, അത് സമയത്തിന്റെ തന്നെ ആഘോഷമാണ്. ഇതൊരു വർഷത്തിന്റെ അവസാനത്തെയും മറ്റൊരു വർഷത്തിന്റെ ജനനത്തെയും അടയാളപ്പെടുത്തുന്നു. ഞങ്ങളുടെ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കാനും പഠിച്ച പാഠങ്ങളെ അഭിനന്ദിക്കാനും പുതിയ സാഹസികതയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ സ്ഥാപിക്കാനുമുള്ള അവസരം നൽകുന്നു. ഈ പുതിയ അധ്യയനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ നമുക്ക് ആവേശം ഉൾക്കൊള്ളുകയും അത് ഉറപ്പു നൽകുകയും ചെയ്യാം. ഈ വർഷം ചിരിയും സൗഹൃദവും നമ്മുടെ ശ്വാസം എടുക്കുന്ന നിമിഷങ്ങൾ കൊണ്ടും നിറയട്ടെ. ചെറുതും വലുതുമായ വിജയങ്ങൾ വളരാനും ആഘോഷിക്കാനുമുള്ള അവസരങ്ങളായി വെല്ലുവിളികളെ സ്വാഗതം ചെയ്യാം. എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ പ്രതീക്ഷകളെ മറികടക്കുന്ന ഒരു വർഷത്തേക്ക് ഞാൻ ഹൃദയംഗമായി ആശംസകൾ നേരുന്നു. നിങ്ങളുടെ പഠനത്തിൽ വിജയവും നിങ്ങളുടെ സൗഹൃദങ്ങളിൽ സന്തോഷവും ആഞ്ചലമായ നിശ്ചയദാർഢ്യത്തോടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുള്ള ധൈര്യവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. നന്ദി. ജയ് ഹിന്ദ്.